ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കണ്ടോ, ഇന്ന് നമ്മൾ ഈ ഒരു മിറർ ഡെക്കോറാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അത് അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വരച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ പക്ഷേ അത് ഭയങ്കരമായിട്ട് കേട് വന്നു പോയി. അതിലിങ്ങനെ ഭയങ്കരമായിട്ട് കേട് വന്നു പോയി. അപ്പം നമുക്ക് അതൊന്നും ഒരിക്കലും നമുക്ക് കത്തിച്ച് കളയാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതവിടെ വെച്ചാൽ പിന്നെയും കേട് വന്ന് പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റീയൂസ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് വരയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അതൊട്ടും ആ ഫ്രെയിം ഒട്ടും നീറ്റല്ലായിരുന്നു. അപ്പോൾ നമുക്കത് എന്തായാലും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഫുള്ളായിട്ട് അതിൽ വൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അങ്ങനെ ബ്രഷ് പോലെ ചെയ്ത് കൊടുക്കുക ചെയ്തത്. പക്ഷേ അത് കണ്ടോ, അത് അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഡിഫറൻസ് നോക്കി നോക്കൂ. മറ്റേ സ്ഥലത്ത് കണ്ടോ ഇങ്ങനെ ലൈൻസായിട്ട് വരുന്നു. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ ഇതല്ലേ ഏറ്റവും നല്ലത്. അപ്പം എനിക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു ബുദ്ധി വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ രണ്ടാമത്തെ തവണ ഇത് ട്രൈ ചെയ്യാറുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ട് പിന്നെ അത് കാണാൻ ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പിന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഓൾഡ് മിറർ ഉണ്ടായിരുന്നു. ഇതാണ് ആ മിറർ. അപ്പോൾ നമ്മൾ ആ മിറർ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മിറർ അവിടെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ അതിൻ്റെ ആ മിററിലുള്ള ആ ഫ്രെയിം കൂടെ എടുത്ത് കളയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോരം പണിപ്പെട്ടു എന്ന് പറയുമോ. കുറേ പണിപ്പെട്ട് പിന്നെ ലാസ്റ്റത്തെ നമ്മൾ 18ാമത്തെ അടവുണ്ടല്ലോ അതെടുത്തു ഞാൻ പൊട്ടിച്ചു ഗൈസ്, കടിച്ച് പൊട്ടിച്ചു. അങ്ങനെ അത് ഫുള്ളെടുത്ത് പിന്നെ ആ മിറർ കണ്ടു, മിറർ സെറ്റാക്കി അത് നമ്മൾ ആ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നത്തെ സ്റ്റെപ്പ് അതാണ്. പിന്നെ ഇത് കണ്ടോ, ഞാനത് പെൻസിലൊക്കെ സ്കെയിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഫ്രെയിമിൻ്റെ സെറ്റിൽ അങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ മിറർ സെൻറ്ററിൽ വെച്ചിട്ട് ആ മിററിൻ്റെ കൂടെ നമ്മൾ എത്രയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. നമ്മളിത് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് മനസ്സിലാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് അതിൽ മിറർ സെറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഡിസൈൻസും മിററും അങ്ങനെ സിങ്ക് ആവാത്ത പോലെ തോന്നും. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ ഫ്രെയിമും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ആ ഡെമോ പോലെ ആ ഫ്രെയിമും കൂടെ വെച്ച് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും എത്ര മെഷർമെൻറ്റ് എത്ര വേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ എടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്താണോ ചിത്രമാണോ വരയാൻ ഉദ്ദേശിക്കുന്നത് ആ മിററിന് ഫ്രെയിം പോലെ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടി ഒന്ന് ഡ്രോ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഡിസൈൻസ്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു മിറർ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മിറർ ഫുള്ളായിട്ട് എവിടെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് ഗം ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലല്ലേ നമുക്ക് ഒരു ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിറർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, പിന്നെ ഞാൻ പറഞ്ഞില്ല ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് മിറർ വേണ്ടത്. പിന്നെ നമ്മൾ ഇതളുകൾ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾഡിറ്റാട്ടോ യൂസ് ചെയ്യുന്നത്. മോൾഡിറ്റ് മനസ്സിലായോ? നമ്മൾ ക്ലേ പോലത്തെ സംഭവമില്ലേ, അതാണ് മോൾഡിറ്റ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ. സംഭവം ഭയങ്കര വാവുമാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്കതിൽ വെച്ചിട്ട് നമ്മളെ ഒരു സ്കില്ലനുസരിച്ച് നമുക്ക് എന്ത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ കുറച്ച് പണിയാണ് കേട്ടോ. അതൊന്നിങ്ങനെ കുഴച്ച് ഒന്നെടുക്കണം. അപ്പം നമ്മളിത് ഈ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ വേണം ഇതിനൊക്കെ വേണ്ടിയിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചപ്പാത്തിയിൽ എന്താണ് ഒരു പൊടി ഇടൂലേ, ആ പൊടിക്ക് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പൊടി പൗഡറാണ് കേട്ടോ. പൗഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചെറിയ റൗണ്ട് ആക്കിയിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. പക്ഷേ നമ്മൾ കൂടുതൽ ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അതെന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് വേണ്ടത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെറുതെ നമുക്കത് യൂസ് ആവാണ്ട് പോകുന്നുണ്ടായിരിക്കും. ഞാനിങ്ങനെ ഓരോ ബോൾസാക്കി ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഗം ചെയ്തിട്ട് അതിൻ്റെ അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതൊരു റൗണ്ട് ഒരു മുത്തിരിക്കുന്ന പോലല്ലേ. അപ്പോൾ ഒരു ഇതളിൻ്റെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ കണ്ടോ എന്ത് നല്ല ഫ്ലവറാണ്.
സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് വയ്ക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചല്ലേ ആ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മാത്രം നമ്മൾ ഗം ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ ഗം ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത്, അപ്പോൾ ആ ഒരു സിമ്പലിൽ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ക്ലേ ആണ് സംഭവം അത്. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും ചെയ്യാമല്ലോ, അതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈൻസ് ആണ് വിചാരിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. നേരത്തെ ഞാൻ അത് ഇതിൻ്റെ മോൾഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണിച്ചു തന്നില്ലല്ലോ. അതാണ് കേട്ടോ അതിൻ്റെ പാക്ക് വരുന്നത്. അതിലങ്ങനെ 2 എണ്ണം വരുന്നുണ്ടായിരിക്കും സംഭവം. അതിൻ്റെ രണ്ടിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരു കറക്റ്റ് എമൗണ്ടിൽ എടുത്തിട്ട് 2 ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ കുറച്ച് എടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ ഒരു മിറർ വയ്ക്കുന്നതിൻ്റെ അവിടെ ഇതുപോലെ ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ആ ഒരു മിററും ഫ്രെയിമും ഒക്കെ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. മിറർ ഞാൻ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മിറർ ചെയ്യുന്ന സമയത്തേ ഞാനത് ഒട്ടിച്ചിട്ട് അങ്ങനെ കറക്റ്റ് ടം എന്നിട്ടാണ് പ്രസ് ചെയ്തതാണ്. മിററാന്നുള്ള കാര്യം ഞാൻ ഒരു സെക്കൻഡ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോയി. കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്, ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾ ഓവർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്തത് വലിയൊരു ബ്രഷാണ്. അതായത് ഞാൻ പിന്നെ ഇതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് അങ്ങനെ ഓൾ ഓവർ ഇട്ടിട്ട് ടപ്പ് എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് പോകുന്നത്. അതിനുശേഷം ഞാൻ ഫ്രെയിമൊക്കെ ഒന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഉണ്ടോ, ഫ്രെയിം വെക്കുന്ന സമയത്ത് നമ്മൾ മേലെ ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ്, നമ്മൾ ഓൾറെഡി മിറർ വർക്കാണല്ലോ ചെയ്യുന്നത്, അപ്പം മിറർ കൂടെ കൊടുത്തിട്ട് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഓൾ ഓവർ ഫുള്ളായിട്ട് മിറർ കൊടുത്ത് ചെയ്യുകയാണ് കേട്ടോ. അവിടെ അവിടെ വേറെ എന്തായിരിക്കും അപ്ഡേറ്റ് ഉണ്ടാവുക? കുഴപ്പമില്ല, മിറർ കൊടുത്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ ഉദ്ദേശിച്ചത് ഒരു എസ്തറ്റിക്കായിട്ട് വരുന്നൊരു ലുക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈറ്റ് മാത്രം യൂസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് യെല്ലോയും ആ കളറും ഈ കളറും ഒക്കെ കൊടുത്തിട്ട് അങ്ങ് അടിപൊളി ആക്കായിരുന്നു. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നാണല്ലോ. ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബായ്.